ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. രഞ്ജിത്താണ്. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ മമ്മൂക്ക പറയുന്ന പോലെ പൂരങ്ങളുടെ പൂരമായ പൂരത്തിൻ്റെ പെരുമ കരിവീരൻ ശിരസ്സിലേറ്റിയ തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശിവപ്പേരൂർ പട്ടണത്തിൻ്റെ മനോമനയാവാൻ ഇതാ ഹൈലൈറ്റ് മാൾ വന്നു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള വികസനം വന്നുകൊണ്ടിരിക്കുന്ന കുട്ടനല്ലൂർ ഭാഗത്ത് നാഷണൽ ഹൈവേയുടെ അടുത്തായിട്ടാണ് മാൾ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർക്കൊക്കെ പറ്റിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് അടക്കം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ന്യൂ ബെസ്റ്റ് സ്പോട്ടാണിത്. ഈ മാളിനും കുട്ടനല്ലൂർ സെൻറ്ററിനും അടുത്തായിട്ട് ഈ മെയിൻ റോഡിൽ നിന്നുള്ള ഈ ഒരു നല്ലൊരു ബൈ റോഡിൽ നല്ല വീതിയുള്ള ടാറിങ് റോഡാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെയാണ് നല്ല ലക്കിന് വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളാണുള്ളത്, നല്ല അയൽക്കാർ. അവിടെ അടിപൊളി ഒരു മതിൽ നമ്മൾ കണ്ടു. അതിലും ഗംഭീരമായിട്ടുള്ള ഒരു ഗേറ്റിനുമകത്ത് എവർഗ്രീൻ സ്റ്റൈലിഷ് ലുക്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ പണിതെടുത്തിട്ടുള്ള വീട് അങ്ങനെ നിൽക്കുകയാണ്. ആദ്യമേ പറയട്ടെ, നമ്മുടെ ഈ ഒരു പറമ്പിലും എസ്പെഷ്യലി വീടിനകത്തും തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് കിടക്കുന്നത്. മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ വില വരുന്നുള്ളൂട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിൽ ലാവിഷ് ആയിട്ടുള്ള സ്പേസ് മുന്നിലുണ്ട്. വീടിൻ്റെ രണ്ട് സൈഡിലും സ്ഥലമുണ്ട്. ബാക്ക് സൈഡിലും ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട്. 4ഓളം തെങ്ങും മറ്റ് ചെടികളും മരങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട്. വലിയൊരു കാർ പോർച്ച് അടക്കം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂമുഖമാണ് വീടിന് വരുന്നത്. ചുമരിലെ കല്ലിൻ്റെ ഡിസൈനും ബെസ്റ്റ് മരപ്പണികളും എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലോറിങ്ങും പിന്നെ മരപ്പണികളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ഒരു നല്ല വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കർട്ടനൊക്കെ സെറ്റ് ചെയ്ത് ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ മിന്നൂട്ടോ. വെറും 8 വർഷമായിട്ടുള്ള വീട് പണിതിട്ട് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. നല്ല ബെസ്റ്റ് ഫ്ലോറിങ്. അകത്തേക്ക് വരുമ്പോൾ ആ ഒരു മെയിൻ ഡോറൊക്കെ ഇങ്ങനെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത കലക്കും. ഇനി നമ്മൾ ചെന്നെത്തണത് വലിയൊരു ലിവിങ് കം ഡൈനിങ് ഹാളിലേക്കാണുള്ളത്. ചെറിയൊരു താജ്മഹലാണ് അതിഥി തൊഴിലാളികൾക്ക് റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. എന്നാലും മോശം പറയാൻ പറ്റില്ല, കാരണം ഒരു 20,000-ന് മേലെ റെൻറ്റ് കിട്ടുന്നുണ്ട്. ഗ്രാൻഡായിട്ടുള്ള ഫ്ലോറിംഗ് ആണ്. അതുപോലെ അടിപൊളി മരപ്പണിയിൽ തീർത്തിട്ടുള്ള ഷോ കേസ്. അങ്ങനെ എല്ലാ ഭാഗത്തും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുക്കള നോക്കുകയാണെങ്കിൽ അയ്യോ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. ഫുള്ള് മരത്തിൻ്റെ ഡിസൈനിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അടിപൊളിയാവും. തൊട്ടടുത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു കിണർ വരുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഒരു 3 ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത്. അവിടെ ആളുള്ള കാരണം കൊണ്ടാണ് നമ്മളധികം ഷൂട്ട് ചെയ്യാത്തത്. ഇവിടുത്തെ ഒരു മാർക്കറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വാങ്ങിയിട്ടാലും നമുക്ക് നാളേക്ക് നല്ലൊരു പ്രൈസിന് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ താമസിക്കാൻ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ടൗൺ അടുത്താണ്. പിന്നെ അതുപോലെ കുരിയച്ചിറ, ഒല്ലൂരൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. NH-ലേക്ക് 5 മിനിറ്റ് മതി. മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെറ്റിനറി കോളേജിലേക്കൊക്കെ ഇവിടെ നിന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എത്തി. അത്രയും നല്ല റോഡുകളും കാര്യങ്ങളാണ് ചുറ്റുവട്ടത്തൊക്കെ വരുന്നത്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അടുത്താണ്. ഇനി ടൗണിൻ്റെ തിരക്കൊക്കെ ഒന്ന് മടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഗ്രീനിഷ് ആയിട്ടുള്ള മരോട്ടിശാലിലേക്ക് പോകാൻ പറ്റും. അതും ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടുത്തെ ട്രാവലിംഗ് വളരെ കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി റോഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ക്ലാസ് ആക്കിയിട്ടുണ്ട്. നല്ല വീതിയുള്ള റോഡുകളും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും മനോഹരമായുള്ള സ്ഥലത്ത് ടോട്ടല് 7 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റുള്ള വീടടക്കം 80 ലക്ഷമാണ് ചോദിക്കുന്നത്.
നോക്കിക്കോ, മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് സ്ഥലത്തിൻ്റെ വിലയെ വരുന്നുള്ളൂ. എങ്ങനെ നോക്കിയാലും ബെസ്റ്റ് ഡീലായിരിക്കും. വൻ ലാഭത്തിൽ കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റും തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ബെസ്റ്റ് ചോയ്സിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ.